രാജ്യത്തിന്റെ ശുദ്ധ ഊർജ്ജഭാവിക്ക് കരുത്തേകാൻ തമിഴ്നാട്ടിൽ 15,037 കോടി രൂപയുടെ മെഗാ നിക്ഷേപത്തിൽ വമ്പൻ ബാറ്ററി ഊർജ്ജ സംരക്ഷണ പ്ലാന്റുമായി വിക്രം സോളാർ ലിമിറ്റഡ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ വളർച്ചയ്ക്ക് നിർണായക കരുത്തേകുന്ന വൻ നിക്ഷേപ പദ്ധതിയുമായി വിക്രം സോളാർ ലിമിറ്റഡ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഗംഗൈകൊണ്ടൻ സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്കിൽ 15,037 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ആധുനിക ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് നിർമ്മാണശാല സ്ഥാപിക്കാൻ കമ്പനിയും തമിഴ്നാട് സർക്കാരും ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 2,670 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചെന്നൈ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വാണിജ്യ വകുപ്പാണ് തമിഴ്നാട് സർക്കാരിന് വേണ്ടി കരാറിൽ പങ്കാളിയായത്. സംസ്ഥാനത്ത് ഉയർന്ന മൂല്യമുള്ള ഹരിത വ്യവസായ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി. ഇന്ത്യ അതിവേഗം പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മുന്നേറുന്ന സാഹചര്യത്തിൽ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങളുടെ പ്രാധാന്യം കുത്തനെ ഉയരുകയാണ്. സൗരോർജ്ജവും കാറ്റാടിയും പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എല്ലാ സമയത്തും ഒരേ അളവിൽ ലഭിക്കണമെന്നില്ല. സൂര്യപ്രകാശമില്ലാത്ത സമയത്തും കാറ്റിന്റെ വേഗം കുറയുന്ന സാഹചര്യങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വൻതോതിൽ വൈദ്യുതി സംഭരിക്കുന്ന BESS സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി സംഭരിച്ച് ആവശ്യ സമയത്ത് വൈദ്യുതി ഗ്രിഡിലേക്ക് തിരിച്ചു നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ BESS. ഇതിലൂടെ വൈദ്യുതി വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കുറയ്ക്കാനും ഗ്രിഡിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കാനും ഡീസൽ ജനറേറ്ററുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. ഭാവിയിലെ സ്മാർട്ട് ഗ്രിഡ് സംവിധാനങ്ങളുടെ പ്രധാന ഘടകം എന്ന നിലയിലാണ് ലോകമെമ്പാടും BESSന് പ്രാധാന്യമേറുന്നത്. വൈദ്യുതി സംഭരണ രംഗത്ത് ഇന്ത്യ വലിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2030 500 ഗിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കുക എന്ന ദേശീയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ബാറ്ററി സംഭരണ ശേഷി വൻതോതിൽ വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ പുതിയ പ്ലാന്റ് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും ഹരിതോർജ്ജ പദ്ധതികൾക്കും നിർണായക പിന്തുണ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൗരോർജ്ജ മേഖലയിൽ രാജ്യത്തെ മുൻനിര കമ്പനികളിലൊന്നായ വിക്രം സോളാർ ഇതിനകം തമിഴ്നാട്ടിൽ വലിയ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഒറഗടത്തും വല്ലത്തും സോളാർ ഫോട്ടോവോൾട്ടേക് മൊഡ്യൂൾ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനിക്ക് ഗംഗൈകൊണ്ടനിൽ സോളാർ PV സെല്ലുകളുടെയും മൊഡ്യൂളുകളുടെയും സംയോജിത നിർമ്മാണശാലയും നിലവിലുണ്ട്. പുതിയ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതോടെ സോളാർ സെൽ മുതൽ മൊഡ്യൂൾ ഊർജ്ജ സംഭരണ സംവിധാനം വരെ ഉൾക്കൊള്ളുന്ന സമഗ്ര ഹരിതോർജ്ജ നിർമ്മാണ കേന്ദ്രമായി ഗംഗൈകൊണ്ടൻ മാറും. പദ്ധതി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരിട്ടുള്ള 2,670 തൊഴിലവസരങ്ങൾക്ക് പുറമെ അസംസ്കൃത വസ്തുക്കളുടെ വിതരണം, ഗതാഗതം, അനുബന്ധ വ്യവസായങ്ങൾ, സേവന മേഖല എന്നിവയിലും ആയിരക്കണക്കിന് പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. തിരുനെൽവേലിയെയും തെക്കൻ തമിഴ്നാടിനെയും ഹൈടെക് നിർമ്മാണ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലും പദ്ധതി നിർണായകമായി തീരും. ഹരിതോർജ്ജ സാങ്കേതിക വിദ്യയിലും ഇലക്ട്രിക് വാഹന മേഖലയിലും ആഗോള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ തമിഴ്നാട് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ കരാർ കൂടുതൽ ബലമേകും. ബാറ്ററി നിർമ്മാണവും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളും അടുത്ത ദശകത്തിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യവസായ മേഖലകളിൽ ഒന്നായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 15,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ തമിഴ്നാട്ടിൽ വരുന്ന ഈ വൻപൻ പദ്ധതി തമിഴ്നാടിന്റെ വ്യവസായ വളർച്ചയ്ക്ക് മാത്രമല്ല ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ഭാവിയിലേക്കുള്ള മുന്നേറ്റത്തിനും നിർണായക ചുവടുവയ്പായി തീരുമെന്നതിൽ സംശയമില്ല. ഭാവിയിൽ രാജ്യത്തെ വൈദ്യുതി ഗ്രിഡിനെ കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമാക്കുന്നതിൽ ഈ പദ്ധതി പ്രധാന പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.